السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك عليه. ഇന്ന് നമ്മൾ നിയമ വ ബിഅസ, നിങ്ങളിതിനെ കുറിച്ചൊക്കെ മുമ്പേ കേട്ടിട്ടുണ്ടാകും. നിയമ ബിഅസ, നിയമ ബിഅസ. എന്താ നിയമ എന്ന് പറഞ്ഞാല് നന്നായിരിക്കുന്നു, ബിഅസ മോശമായിരിക്കുന്നു. നിയമ ഇതിൽ ഫെയിലാണ് സാധനം അല്ലെ. നിയമ എന്ന് പറയുന്നത് ഫെയിലാണ്. എന്താണ് ഈ ഫെയിലിന്റെ പ്രത്യേകത? ഈ ഫിയലിന്റെ പ്രത്യേകത എന്താണ്? നിഅമ എന്ന് പറയുന്ന ഫിയലിന്റെ പ്രത്യേകത എന്താണ്? എന്താ അതിന്റെ പ്രത്യേകത? അത് ഫിയല് മാദിയാണ്, ഫിയല് മാദിയാണ്, അതോടൊപ്പം ജാമിദാണ് എന്ന് പറഞ്ഞാല് ഇത് എന്തില്ല, മുളാരിഊല, അംറൂല അങ്ങനത്തെ ജാമിദായ ഫിയലാണ്. അതോടൊപ്പം അത് യദുല്ലു അലൽ മദ്ഹി, ഒരാൾ പുകഴ്ത്താൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അവ നിഅമ എന്നത് ഫിയല് മാദി ജാമിദാണ്. അതായത് അതിൽ നിന്ന് മുളാരിയോ അമ്രോ ഇല്ല, അത് യദുല്ലു അൽ മദ്ഹി, അതിന്റെ മദ്ഹിന്റെ മേലിലാണ് അറിയിക്കുന്നത്. അപ്പൊ ബിഅസ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഅസ എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. അത് ഫിഅലു മാദിയാണ്, ഫിഅലു മാദി ജാമിദ്, അതായത് അതിൽ നിന്ന് മുളാരിയും അമ്രും ഇല്ല. അതോടൊപ്പം അത് എന്തിന്റെ മേൽ അറിയിക്കുന്നു? അലദമ്മി, ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി, മോശക്കാരനാക്കാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ബിഅസ എന്ന് ഉപയോഗിക്കുന്നത്. നിഅമ എന്ന് പറഞ്ഞാൽ നല്ല ചേർക്കാനാക്കാം. നിഅമ റജുലു ഹുവ, നല്ല ചേർക്കണം. അല്ലെങ്കിൽ ബിഅസ റജുലു ഹുവ, ആള് പോക്കാം. അവരൊരു പുകഴ്ത്താൻ വേണ്ടി നിഅമ എന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ ഇകഴ്ത്താൻ വേണ്ടി ബിഅസ എന്ന് ഉപയോഗിക്കുന്നു. ഇതിന്റെ നഹ്വിയായ ചില വശങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ 4 ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് അല്ലെ? എത്ര ഉദാഹരണങ്ങളുണ്ട്? 4 ഉദാഹരണങ്ങളാണ് ഉള്ളത്. ഈ 4 ഉദാഹരണങ്ങളും 8 ഉദാഹരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. വലതുവശത്ത് 4 ഇടതുവശത്ത് 4 വലതുവശത്തുള്ള 4 എന്തിന്റെ സാധനങ്ങളാണ്? നിഅമ കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ് ആദ്യത്തെ 4 അല്ലെ? അതുപോലെ ഇടതുവശത്തുള്ള 4 ബിഅസ കൊണ്ടും തുടങ്ങുന്നു. അപ്പൊ ആദ്യത്തെ 4 നിഅമ എന്നതിനും പിന്നെയുള്ള 4 ബിഅസ എന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടല്ലോ, ഈ 4 മുഴുവൻ എന്താണ്? നിഅമ എന്നതാണ്. പിന്നീട് ഇവിടെയുള്ള ഈ 4 ഇതെന്തിനുള്ളതാണ്? ബിഅസ എന്നതിനുമാണ്. ഇവിടെ എന്തിനാണ് നമ്മൾ 4 ഉദാഹരണങ്ങൾ പറഞ്ഞത്? എന്തിനാ 4 ഉദാഹരണം പറഞ്ഞത്? ഈ നിഅമ എന്നതിന് ശേഷം വരുന്നതാണ് അതിന്റെ ഫാഇല്. നിഅമ ഏത് ഫീല് വന്നാൽ അതിന് ഫാഇല് വേണമല്ലോ. അപ്പൊ നിഅമ എന്നതിന് ശേഷം വരുന്നതാണ് ഇതിന്റെ ഫാഇല്. ഈ ഫായിലിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? അതിനു വേണ്ടിയാണ് നമ്മൾ 4 ഉദാഹരണം പറഞ്ഞത്. അതായത് നിഅമ എന്നതിന്റെ ഫായിൽ 4 കോലങ്ങളിലായിരിക്കും വരിക. അതുപോലെ ബിഅസ എന്നതിന്റെ ഫായിൽ 4 കോലങ്ങളിലായിരിക്കും വരിക. ഏതൊക്കെ കോലങ്ങള്? ഒന്നുകിലും ഫായിലിൽ അലിഫ് ലാം ഉണ്ടാവും, നിഅമൽ ഫായിദു. അല്ലെങ്കിലോ അലിഫ് ലാം ഉള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതായിരിക്കും. അപ്പൊ മസ്ദറുൽ ഖിസ്ബി, അലിഫ് ലാം ഉള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ മുസ്തതിറായ ദമീറായിരിക്കും. ദമീർ നമ്മൾക്ക് കാണൂല, പക്ഷെ ആ ദമീറിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഒരു തമീസ് വന്നിട്ടുണ്ടാവും അല്ലെ? ഔ ദമീറൻ മുസ്തതിറൻ വുജൂബൻ മുമയ്യസൻ ബിനക്റത്തിൻ, അതിന് ഒരു നെക്കറ കൊണ്ട് തമീസ് പറഞ്ഞിട്ടുണ്ടാവും. വതനൻ, കണ്ട, ഒരു നെക്കറ കൊണ്ട് നമ്മൾ തമീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ഫായിൽ ആരാ? ഫായിൽ കളയപ്പെട്ടിട്ടുണ്ട്, ദമീറാണ്. അപ്പോ ചിലപ്പോ നിഅമ എന്നതിന്റെ ഫായിലിൽ അലിഫ് ലാം ഉണ്ടാവും. ചിലപ്പോൾ നിഅമ എന്നതിന്റെ ഫായില് അലിഫ് ലാം ഉള്ളിൽ ഇദാഫത്ത് ചെയ്യപ്പെട്ടതേക്കാരം. ചിലപ്പോൾ നിഅമ എന്നതിന്റെ ഫായില് നിർബന്ധമായും കളയപ്പെട്ട ദമീറാകും. പക്ഷെ ആ ദമീറിന്റെ തമീസ് നിക്റയായിട്ട് തൊട്ടുടനെ വന്നിട്ടുണ്ടാകും. നാലാമത്തെ കോലം ഇവിടെയുള്ള ഫായില് മാ എന്ന കെലിമത്താണ്. നിഅമ മാ, അവ മാ എന്ന കെലിമത്തുമായിരിക്കും. ഇത് ഈ 4 രീതിയാണ് നിഅമ എന്നതിന്റെ ഫായില് വരിക. ബിഅസ എന്നതിന്റെ ഫായിൽ ഇതുപോലെ തന്നെ 4 രീതിയിലാണ് വരിക. ഒന്നുകിൽ ഫായിലിൽ അലിഫ് ലാം ഉണ്ടാകും, അല്ലെങ്കിൽ അലിഫ് ലാം ഉള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കളയപ്പെട്ട നിർബന്ധമായും മുസ്തതിറ ദമീറായിരിക്കും. പക്ഷെ മുമയ്യസൻ ബിനക്റത്തിൽ, നിക്റ കൊണ്ട് അതിന്റെ തമീസ് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ മാ എന്ന കെലിമത്തായിരിക്കും. അപ്പൊ ഫായിലിനെ പറ്റി നമുക്ക് പറയാനുള്ളത് അത്രയുമാണ്. ഇനി അതിനുശേഷം വരുന്നത് ഫായിൽ കഴിഞ്ഞിട്ട് ഇവിടെ റഫ്ഉള്ള ഒരു ദമീർ കണ്ടല്ലോ, റഫ്ഉള്ള ഒരു കെലിമത്തുണ്ട്. ഇതിനെ പറ്റി എന്താ പറയാ? ഇതാണ് മഖ്സൂസുൻ ബിൽ മദ്ഹി നിഅമ. ആരെയാണ് പുകഴ്ത്തിയത്? നിഅമൽ ഖായിദു, ഈ മുന്നണി പോരാളി നയിക്കുന്നവൻ നന്നായിരിക്കുന്നു. ആരെയാണ് ഇവർ പുകഴ്ത്തിയിരിക്കുന്നത്? അതായത് ഖാലിദ് ബിനുൽ വലീദ്. ഇതാണിത് മഖ്സൂസുൻ ബിൽ മദ്ഹ്. ഇവിടെ അന്നീലു എന്നതാണ് മഖ്സൂസുൻ ബിൽ മദ്ഹ്. ജംഹൂരിയത്ത് മിസ്ർ അൽ അറബിയ മഖ്സൂസുൻ ബിൽ മദ്ഹ്.
അൽ കസ്ബുൽ ഹലാലു എന്നതാണ് അൽ മഖ്സൂസും ബിൽ മദ്ഹ്. ഇവിടെ നിഅമ ആയതുകൊണ്ടാണ് ഇതിനെ പറ്റി മഖ്സൂസും ബിൽ മദ്ഹ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്തായിരിക്കും? മഖ്സൂസും ബിൽ ദമ്മ ആയിരിക്കും. അൽ കദിബു മഖ്സൂസും ബിൽ ദമ്മാണ് അല്ലെ. അൽ കദിബു മഖ്സൂസും ബിൽ ദമ്മ, അന്നമാമു മഖ്സൂസും ബിൽ ദമ്മ, അങ്ങനെ ഓരോന്ന് പറയാം. അൽ വിശായതു മഖ്സൂസും ബിൽ ദമ്മ, അൽ കസ്റു മഖ്സൂസും ബിൽ ദമ്മ. അപ്പോ ഓരോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫായിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ അതിനുശേഷം വരുന്നതാണ് എന്തെന്ന് പറഞ്ഞു, മഖ്സൂസും ബിൽ മദ്ഹ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ. പക്ഷെ ഇതിന്റെ ഇഅ്റാബ് എന്താണ്? ഖാലിദ് ബിനുൽ വലീദ് എന്നതിന്റെ ഇഅ്റാബ് എന്താണ്? അതായത് ഈ മഖ്സൂസും ബിൽ മദ്ഹ് ചിലപ്പോൾ ഫസ്റ്റിലും വരാറുണ്ട്, ചിലപ്പോൾ ഇതുപോലെ ലാസ്റ്റിലും വരാറുണ്ട്. ലാസ്റ്റിൽ വരുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ എന്താണ്? മഖ്സൂസും ബിൽ മദ്ഹ് അവസാനത്തിലാണ്, അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ അവസാനത്തിലാണ്. ഇങ്ങനെ മഖ്സൂസും ബിൽ മദ്ഹ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ അവസാനത്തിലാണ് വരുന്നത് എങ്കിൽ അവിടെ നമുക്ക് രണ്ട് ഇഅ്റാബാണ് പറയാൻ കഴിയുക. നമുക്ക് രണ്ട് രീതിയിൽ അതിന് ഇഅ്റാബ് പറയാൻ കഴിയും. ഒന്നാമത്തത് കളയപ്പെട്ട ഒരു മുബ്തദഇന്റെ ഖബറാണ്. അപ്പോ ഖാലിദ് ബിനുൽ വലീദ് എന്നത് ഒരിക്കലും കളയപ്പെട്ട മുബ്തദഇന്റെ ഖബറാണ്. അതായത് അൽ മംദൂഹു ഖാലിദ് ബിനുൽ വലീദ്, അൽ മംദൂഹു അന്നീദു, അൽ മംദൂഹു ജംഹൂരിയത്തുൽ മിസ്ർ അൽ അറബിയ, അൽ മംദൂഹു അൽ കസ്ബുൽ ഹലാൽ. കളയപ്പെട്ട ഒരു മുബ്തദഇന്റെ ഖബറാണ് എന്ന് വെക്കാം. അല്ല എങ്കിൽ ഇത് മുബ്തദ ആണ്, അതിന്റെ ഖബർ അതിന്റെ മുമ്പുള്ള ജുംലയാണ് എന്നും പറയാം. അപ്പൊ നമ്മൾ കായിദു ഖാലിദ് ബിനുൽ വലീദ് എന്നുള്ളത് എന്താകുന്നു? ഇതെന്താ? മുബ്തദ ആണ്, അതിന്റെ ഖബറുടെ അതിന്റെ മുമ്പുള്ള ജുംലയാണ്. ആ രീതിയിൽ നമുക്ക് ഇഅ്റാബ് പറയാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെയാണ്. അപ്പൊ മഖ്സൂസും ബിൽ മദ്ഹ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ് അവസാനത്തിലാണ് വന്നത് എങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇഅ്റാബ് പറയാൻ പറ്റും. ഒന്ന്, കളയപ്പെട്ട മുബ്തദഇന്റെ ഖബറാണ്. ഇതൊക്കെ കളയപ്പെട്ട മുബ്തദഇന്റെ ഖബറാണ്. അല്ലെങ്കിൽ ഈ അവസാനത്തിൽ വന്നത് മുബ്തദ ആണ്, അതിന്റെ ഖബറോ അതിന്റെ തൊട്ട് മുമ്പുള്ള ഈ ജുംലയാണ്. ഓക്കെ. ഇനി നേരെ മറിച്ച് ഈ മഖ്സൂസും ബിൽ മദ്ഹ് മുമ്പിൽ വന്നാൽ, അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ് മുമ്പിൽ വന്നാൽ ഇപ്പൊ എങ്ങനെ പറയും? ഖാലിദ് ബിനുൽ വലീദി നിഅമൽ ഖായിദു, അൽ കദിബു ബിഅ്സൽ ഖുലുഖു. അങ്ങനെ വന്നാൽ നമുക്ക് അവിടെ ഒറ്റ രീതിയിൽ ഇഅ്റാബ് പറയാൻ പറ്റുള്ളൂ. ഏതാണ് ആ രീതി? ഖാലിദ് ബിനുൽ വലീദ് എന്ന ഫസ്റ്റ് വന്നത് മുബ്തദ, നിഅമൽ ഖായിദു എന്നത് ഖബർ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാം, കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ പറഞ്ഞു മഖ്സൂസും ബിൽ മദ്ഹ് മഖ്സൂസും ബിൽ ദമ്മ് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് ഒറ്റ രീതിയിലാണ് ഇഅ്റാബ് പറയാൻ പറ്റുക. ഖാലിദ് ബിനുൽ വലീദ് നിഅമൽ ഖായിദു എന്ന രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറ്റ രീതിയിൽ ഇഅ്റാബ് പറയാൻ പറ്റുള്ളൂ. ഖാലിദ് ബിനുൽ വലീദ് എന്നത് മുബ്തദാണ്, നിഅമൽ ഖായിദു എന്നത് ഖബറാണ്. ഇവിടെയും അതുപോലെ തന്നെ അൽ കദിബു ബിഅ്സൽ ഖുലുഖ് എന്നും പറയാം അല്ലെ. ഇവിടെ മഖ്സൂസും ബിൽ ദമ്മ് മുമ്പിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴും ഒറ്റ പോലത്തിൽ ഇഅ്റാബ് പറയാൻ പറ്റുള്ളൂ. അൽ കദിബു എന്നത് മുബ്തദ, ബിഅ്സൽ ഖുലുഖ് എന്നത് ജുംല ഖബർ. അപ്പൊ നിഅമ ബിഅ്സയെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു. നിഅമ എന്നത് ഫിഅ്ൽ മാദി ജാമിദാണ്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട അത് മദ്ഹിന് വേണ്ടിയാണ് ഉപയോഗിക്കാറ്. ബിഅ്സ എന്നത് ഫിഅ്ൽ മാദി ജാമിദ്, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ദമ്മിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിഅമ ബിഅ്സയുടെ ഫാഇൽ 4 രൂപത്തിലാവുമെന്ന് വിശദീകരിച്ചു. എന്നിട്ട് അതിനുശേഷം വന്ന റഫ്ആയ കലിമത്തിന്റെ മറ്റുള്ള പറഞ്ഞു അത് ഒന്നുകിൽ മഖ്സൂസും ബിൽ മദ്ഹാണ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മാണ്. അതിന്റെ ഇഅ്റാബിയായ വശങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ മഖ്സൂസും ബിൽ മദ്ഹ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ് അവസാനത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇഅ്റാബ് പറയാൻ പറ്റും. ഒന്നുകിൽ അത് കളയപ്പെട്ട മുബ്തദയുടെ ഖബറാണ്, അല്ലെങ്കിൽ അത് മുബ്തദ ആണ്, അതിന് തൊട്ട് മുമ്പുള്ള ജുംലയുടെ ഖബറാണെന്ന് പറയാം. നേരെ മറിച്ച് മഖ്സൂസും ബിൽ മദ്ഹ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ് തുടക്കത്തിൽ വന്നാൽ ഒറ്റ രീതിയിൽ ഇഅ്റാബ് പറയാൻ പറ്റുള്ളൂ. അതായത് അത് മുബ്തദ ആണ്, അതിനുശേഷം വരുന്ന ജുംല ഖബറാണ് എന്ന രീതിയിൽ മാത്രമേ ഇഅ്റാബ് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റു രണ്ട് കലിമത്തുകൾ കൂടിയുണ്ട്. ഹബ്ബദ ജൗബു മിസ്റ ലാ ഹബ്ബദ അസ്റഅതു ഖായിശ. ഹബ്ബദ എന്നത് നിഅമ എന്നതിന്റെ അർത്ഥത്തിലാണ്. ലാ ഹബ്ബദ എന്നതോ അത് ബിഅ്സ എന്നതിന്റെ അർത്ഥത്തിലുമാണ്. അപ്പൊ ഹബ്ബദ എന്നതും ലാ ഹബ്ബദ എന്നീ രണ്ട് കലിമത്തുകൾ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദാ ഫീഹിമാ ഇസ്മു ഇശാറത്തിൻ ഫായിലൻ. ഈ രണ്ടോട്ടും ഹബ്ബദ എന്ന് പറയുമ്പോഴും ലാ ഹബ്ബദ ആ ദാ എന്നത് എന്താണ്? ഇസ്മു ഇശാറത്താണ്. അതോടൊപ്പം അതാണ് ഫായില് അല്ലെ, അതാണ് ഫായില്. ഹബ്ബദ ജൗബു മിസ്റ എന്നുള്ളത് ഈ ഹബ്ബദ എന്നുള്ളത് ആ ദാ എന്നതാണ് അതിന്റെ ഫായില്. ഇസ്മു ഇശാറയാണ്, അതോടൊപ്പം അതിന്റെ ഫായിൽ ഏതാണ്? ജൗബു മിസ്റ എന്നതാണ് മഖ്സൂസും ബിൽ മദ്ഹ്. ലാ ഹബ്ബദ ബർബദ എന്നതാണ് ഫായില്. അസ്റഅതു ഖായിശ എന്നതാണ് മഖ്സൂസും ബിൽ ദമ്മ്. അപ്പോൾ ഓക്കെ, നമ്മൾ നിഅമ ബിഅ്സയെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചു, മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, മടിക്കരുത്. ഓക്കെ, ശുക്രൻ. ഇലലിക്ക വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. നിങ്ങൾക്ക് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കൂടുതൽ നഹ്വിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ കഴിയുള്ളൂ. ഓക്കെ, ശുക്രൻ ജസീല. ഇലലിക്ക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.